ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ 300 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ കഴിഞ്ഞത് ചരിത്രപരമായ മുന്നേറ്റമെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ 5 പാകിസ്ഥാൻ വിമാനങ്ങൾ തകർത്തതായും അമർപ്രീത് സിംഗ് സ്ഥിരീകരിച്ചു. പാക് പ്രധാനമന്ത്രി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും അമർപ്രീത് സിംഗ് ആരോപിച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫ് UN-ൽ നടത്തിയ പരാമർശങ്ങൾക്ക് കൂടിയുള്ള മറുപടിയാണ് വ്യോമസേനാ മേധാവിയുടെ വെളിപ്പെടുത്തൽ. 93ാമത് വ്യോമസേനാ ദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിലാണ് എയർ ചീഫ് മാർഷൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. F-16, JF-17 വിഭാഗത്തിൽപ്പെട്ട 5 പാകിസ്ഥാൻ വിമാനങ്ങളാണ് ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ സേന തകർത്തതെന്ന് അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾ വീഴ്ത്തിയെന്ന അവകാശവാദങ്ങളെ മനോഹരമായ കഥകൾ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അവർക്ക് നമ്മുടെ 15 വിമാനങ്ങൾ തകർത്തതായി തോന്നുന്നുവെങ്കിൽ അവർ അതിൽ സംതൃപ്തരെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അടുത്ത തവണ യുദ്ധം ചെയ്യാനെത്തുമ്പോൾ അവരുടെ കണക്കിൽ 15 വിമാനങ്ങൾ കുറവുണ്ടാകും, അദ്ദേഹം പരിഹസിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി നടത്തിയതിനും ലക്ഷ്യങ്ങൾ കൃത്യമായി ഭേദിച്ചതിനും കരസേനയെ അദ്ദേഹം അഭിനന്ദിച്ചു. ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ സൈനിക നീക്കങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1971-ലെ യുദ്ധത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ സൈനിക നീക്കമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. കരസേന, വ്യോമസേന, നാവികസേന എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് ഈ ഓപ്പറേഷൻ നടപ്പിലാക്കിയത്. ഏപ്രിൽ മാസത്തിൽ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും തീവ്രവാദ ക്യാമ്പുകൾ തകർത്ത ഓപ്പറേഷൻ സിന്ദൂരിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് എയർ ചീഫ് മാർഷൽ നടത്തിയത്. 4 ദിവസത്തെ സംഘർഷത്തിനിടെ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങളും ദീർഘദൂര ഉപരിതല വ്യോമ മിസൈലുകളും കൃത്യതയോടെ ഉപയോഗിച്ചാണ് പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിൽ ഇന്ത്യൻ സേന ലക്ഷ്യമിട്ടത്. 300 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ കഴിഞ്ഞത് ചരിത്രപരമായ മുന്നേറ്റമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുദർശൻ ചക്ര സംവിധാനം വികസിപ്പിക്കുന്ന ജോലികളും പുരോഗമിക്കുകയാണ്. വ്യക്തമായ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച യുദ്ധം നിശ്ചിത സമയപരിധിക്കുള്ളിൽ ലക്ഷ്യങ്ങൾ നേടി വിജയകരമായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞത് ലോകത്തിന് മാതൃകയാണെന്നും എയർ ചീഫ് മാർഷൽ സിംഗ് അഭിപ്രായപ്പെട്ടു. ലോകത്ത് നിലനിൽക്കുന്ന യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ചർച്ചകൾ നടക്കുമ്പോൾ ഇന്ത്യയുടെ ഓപ്പറേഷൻ ലക്ഷ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ നിർത്തിവെക്കാൻ സാധിച്ചത് ഒരു രാജ്യമെന്ന നിലയിലുള്ള നമ്മുടെ തീരുമാനത്തിന്റെ ഫലമാണ്. പുതിയതായി ഉൾപ്പെടുത്തിയ ദീർഘദൂര ഉപരിതല വ്യോമ മിസൈലുകളാണ് ഓപ്പറേഷനിൽ നിർണായകമായത്. ഇത് ശത്രു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും ഇന്ത്യയെ സഹായിച്ചു. 300 കിലോമീറ്ററിലധികം ദൂരത്തിൽ നടത്തിയ ഈ നീക്കം ശത്രു രാജ്യത്തിന്റെ പ്രവർത്തനങ്ങളെ കാര്യമായി പരിമിതപ്പെടുത്തിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കൂടുതൽ S-400 പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യക്ക് ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.